നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് 62 വയസ്സുള്ള അബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, എപ്പോഴായിരുന്നു ഈ ആക്രമണം? ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ വിഫലമാവുകയാണോ? എന്താണ് അവിടെ ഈ പ്രദേശത്ത് മുമ്പും ഈ വന്യജീവി ആക്രമണം അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യമുള്ള ഒരിടമാണോ? ഗോകുൽ, അതിദാരുണമായ സംഭവം. വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു മരണം കൂടി എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ മരണം സംബന്ധിച്ച മരണവിവരം സ്ഥിരീകരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പാലാട്ടിൽ എബ്രഹാമിന് കാട്ടുപോത്തിന്റെ കുത്തേൽക്കുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ അതായത് ബാലുശ്ശേരിയിലെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടുതലായി പോവുകയാണെങ്കിൽ, എന്തായിട്ടാ ഇതുമായി സ്ഥലത്തിലായിരുന്നു കുടുംബാംഗങ്ങളുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് 3 മണിക്ക് അദ്ദേഹത്തെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യായിരുന്നു. ആ സമയത്ത് കാട്ടുപോത്തി പുറമൊന്ന് ആക്രമിച്ചു. അപ്പം ഞങ്ങൾ വിവരമനുസരിച്ച് തൊട്ടടുത്ത് നിലവിളി കേട്ടപ്പോൾ ചെല്ലുമ്പം ഇങ്ങനെ പുള്ളി ചോര പൊന്നി കിടക്കാണ്, കൈക്കുള്ളിലൂടെ കൊമ്പ് കയറിയിട്ടുണ്ട്. അന്ന് തന്നെ മരിച്ചിട്ടുണ്ട് ആള്. ബാലുശ്ശേരി ആശുപത്രിയിൽ നിന്നാണ് മരണം സ്ഥിരീകരിച്ചത്. മെഡിക്കൽ. അപ്പം ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഒന്നെങ്കിൽ വന്യമൃഗങ്ങളെ, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുക, അല്ലെങ്കിൽ ഞങ്ങളെ വെടിവെച്ചു കൊല്ലുക. അതായത് ചിലപ്പം ഞങ്ങളെ വെടിവെച്ചു കൊല്ലുക. ഇന്നലെ ഈ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നില്ലേ? അപ്പോൾ വെടിവെച്ച് കൊല്ലണമെന്നുണ്ട്. കൂരാച്ചൻ അങ്ങാടിയുണ്ട്. വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം പഞ്ചായത്ത് ഉൾപ്പെടെ വനവകുപ്പിന് പോളിക്കാരുണ്ട്. അദ്ദേഹം പ്രതികരിക്കായിരിക്കും. വെടിച്ചു കൊല്ലണ്ടേ? നമ്മള് കുറ്റം ചെയ്യുന്ന മനുഷ്യന്മാർ വെടിച്ചു കൊല്ലാറില്ലേ? മനുഷ്യന്മാർ ജില്ലടക്കാറില്ലേ? വന്യമൃഗങ്ങൾക്ക് മാറ്റുന്ന പ്രാധാന്യം എന്താ? ഇന്ത്യയും മാറ്റുന്ന പ്രാധാന്യം എന്താ? മാറ്റി എഴുതണ്ടേ? ആര് മാറ്റി എഴുതും? അദ്ദേഹത്തിന്റെ പറമ്പിൽ നിൽക്കുമ്പോഴാണ് ആക്രമിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പറമ്പിൽ അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. നെഞ്ചിലായിരുന്നു ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്ന് ബാലുശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്നാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വനംവകുപ്പ് സംഘം, കൂടുതൽ പോലീസ് സംഘം ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് സംഘം, അതോടൊപ്പം വനവകുപ്പിന്റെ സംഘം ഉൾപ്പെടെയുള്ള കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നത്. ആളുകൾ, നാട്ടുകാരും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും വലിയ പ്രതിഷേധത്തിലേക്കാണ്. ആ പ്രതിഷേധം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് സേനയും ഒപ്പം തന്നെ വനംവകുപ്പ് ജീവനക്കാരും ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ പലയിടങ്ങളിൽ, ഈ കക്കയത്തിന്റെ വിവിധയിടങ്ങളിൽ ഈ കാട്ടുപോത്ത് വലിയ രീതിയിലുള്ള ഭീതി വിതച്ചിരുന്നു. തുടർന്ന് കൂരാച്ചുണ്ട് പഞ്ചായത്ത് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്താണ് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് എത്രയും വേഗം പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പിനും അതോടൊപ്പം ജില്ലാ കളക്ടർക്കും കൂരാച്ചുണ്ട് പഞ്ചായത്ത് രേഖാമൂലം തന്നെ കത്ത് നൽകിയതാണ്. പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി ആക്രമണം ഉണ്ടാകുന്നത്. മറ്റൊരു ദാരുണമായ വാർത്ത കൂടി വന്യജീവി ആക്രമണത്തിന്റേത് വരുന്നു. അത് തൃശൂർ പെരിങ്ങൽകുത്തിലാണ്. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വാച്ചുമരം ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ വത്സയാണ് മരിച്ചത്. സൂരജ് സജ്ജി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് സംഭവിച്ചത്? ഇവരുടെ താമസം വനപ്രദേശത്തായിരുന്നോ? പുറത്ത് ആശുപത്രിയിലേക്കോ ചികിത്സയ്ക്കോ ഒന്നുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഗൂഗിൾ, അല്പം മുമ്പാണ് ഇത്തരത്തിൽ അതിരപ്പള്ളിയിൽ ഈ കാട്ടാനാക്രമണത്തിൽ ഊരുമൂപ്പന്റെ ഭാര്യ വത്സ, 62 വയസ്സായിരുന്നു, അവർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോയ സമയത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ വെച്ച് ആന തുമ്പിക്കൈ കൊണ്ട് ഇവരെ അടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിനായി കൊണ്ടുവരുന്നെങ്കിലും ഈ വാഴച്ചാൽ എത്തുമ്പോഴേക്കും അവർ മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ മൃതദേഹമുള്ളത് വാഴച്ചാലാണ്. വാഴച്ചാൽ നിന്നിപ്പോൾ ഈ ആംബുലൻസിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ മൃതദേഹം ഈ ചാലക്കുടി ഭാഗത്തേക്ക് എത്തിക്കും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സമാനമായ ഒരു സാഹചര്യം ഇതേ ഊരിൽ തന്നെ ഉണ്ടായതാണ്. ഈ വാച്ചുമരം ഊരിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വാച്ചുമരത്ത് നിന്ന് അന്ന് ഈ വനംവകുപ്പിന്റെ 2 ഉദ്യോഗസ്ഥർ ഈ നിരീക്ഷണത്തിനും മറ്റുമായി വനത്തിലേക്ക് പോയിരുന്നു. അവരെയും കാട്ടാന ആക്രമിച്ച് അന്ന് 2 പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആഴ്ചകൾക്ക് ഇപ്പുറമാണ് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇപ്പോൾ ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി
വേണ്ടി പോയതാണ് ഈ വത്സ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ കാട്ടിൽ വെച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് കാട്ടാന ഇവരെ അടിക്കുന്നു. അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ് ഇവരെ കാട്ടിൽ നിന്ന് പുറത്തെത്തിച്ചതിന് ശേഷം താൽക്കാലിക ലഭിച്ച ഒരു വാഹനത്തിലാണ് ഈ വാഴച്ചാലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് തന്നെ ഇവർ മരിച്ചിരുന്നു. തുടർന്ന് ഇപ്പോൾ ഈ വാഴച്ചാലിൽ നിന്ന് മൃതദേഹം ആംബുലൻസിൽ കയറ്റി അവിടെ നിന്ന് ഇപ്പോൾ ഈ ചാലക്കുടിയിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. തുടർച്ചയായി ഈ മേഖലയിൽ വന്യജീവി ആക്രമണം എല്ലാം പതിവായിരിക്കുകയാണ്. ഈ ആദിവാസികൾ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് ഇവർ താമസിക്കുന്ന ഊരുകളിലേക്കും അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് പോലും കാട്ടാനകൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പതിവിൽ നിന്ന് വിപരീതമായി ഈ ആക്രമണമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്യജീവികൾ മാറുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ചാലക്കുടിയിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വാച്ചുമരം ഊരുമൂപ്പന്റെ ഭാര്യയായിട്ടുള്ള വത്സയാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. അതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരം മാത്രമാണുള്ളത്. പെരിങ്ങൽകുത്ത് ഡാമിന് സമീപത്തായാണ് ഈ ഊര് ഉള്ളത്. അവിടെ നിന്ന് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് കാട്ടിലേക്ക് പോയത്. കാട്ടിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഗോകുൽ, സൂരജ്, ഇവർ കാട്ടിലേക്ക് പോയെന്ന് പറയുമ്പോഴും ഈ തീർച്ചയായും എല്ലാ മാസവും അതിൽ വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് പല സമയത്തായി പല വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നവരായിരിക്കുമല്ലോ. ഒപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ലേ? വത്സ്യ ഒറ്റയ്ക്കായിരുന്നു? അതല്ല അങ്ങനെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നോ? ഗൂഗിൾ, തീർച്ചയായും ഇവരുടെ കൂടെ മറ്റുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയെ കണ്ട വശം തന്നെ ഇവർ പലരും ഓടി മാറി എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരപ്രകാരം അങ്ങനെയാണ്. ഇവരെല്ലാവരും സംഘം ചേർന്നാണ് ഇത് ശേഖരിക്കാനായിട്ട് പോവാറുള്ളത്. പക്ഷേ ഈ കാട്ടാനയെ കണ്ട സമയത്ത് ഇവർ ഓടി മാറി. പക്ഷേ ഇവർക്ക് ഈ വത്സയ്ക്ക് ഓടി മാറാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ തലക്കാണ് പരിക്കേൽക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ തുമ്പിക്കൈ കൊണ്ട് ഈ കാട്ടാന ഇവരെ അടിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരുടെ തലക്കാണ് അടിയേൽക്കുന്നത്. അടിയേറ്റ് ഇവർ താഴെ വീണു എന്നുള്ളതാണ് പറയുന്നത്. വലിയ രീതിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാടിന് പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ളിൽ തന്നെ ഇവർ രക്തം വാർന്ന് മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയും. എന്തായാലും ഈ വാച്ചുമരം ദാരുണമായ സംഭവങ്ങളാണ് രണ്ടിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം കോഴിക്കോട്ട് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് പെരിങ്ങൽകുത്തിൽ അത് ആദിവാസി വയോധികയ്ക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണം സംഭവിക്കുന്നത്. വത്സ എന്ന വാച്ചുമരമൂരിലെ മൂപ്പന്റെ ഭാര്യയാണ്. വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് പോയതാണ്. അവിടെ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റാണ് മരിക്കുന്നത്. ഏതായാലും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും, വാഴച്ചാലിൽ എത്തിക്കുമ്പോഴേക്കും മരണം ഉറപ്പിക്കുകയും ചെയ്യുന്നു. മരണം സംഭവിച്ചിരുന്നു. തിരികെ രാഹുൽ സുരേഷിലേക്ക് പോവുകയാണ്. അവിടെ കക്കയത്താണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നത്. അത് കാട്ടിലല്ല, നാട്ടിലാണ്. സ്വന്തം കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോഴാണ് അവിടെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, തുടർ നടപടികൾ, ഇപ്പോൾ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പ്രദേശത്തുണ്ടോ? അവർ പറയുന്നുണ്ടായിരുന്നല്ലോ കുറെ ദിവസമായി തന്നെ ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ടായിരുന്നുവെന്ന്. ഗോകുൽ, എബ്രഹാമിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മളോട് കൂടെ ഇപ്പോൾ ചേരുന്നത് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇന്നലെ കാട്ടുപോത്ത് ഇറങ്ങിയപ്പോൾ ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പിനും ഒപ്പം തന്നെ ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകിയിരുന്നു. എന്താണ് ഇന്നലെ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലേ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന്? പരാതി നൽകിയിട്ടും യാതൊരുവിധ മറുപടിയും ഉണ്ടായിട്ടില്ല. വളരെ ഗുരുതരമായ സ്ഥിതിയാണ് കൂരാച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ കാട്ടുപോത്തിൻ്റെ ഭീഷണി പഞ്ചായത്തിൽ കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഇന്നിപ്പോൾ സംഭവിച്ചത് 3 മണിയോടുകൂടിയാണ് നമ്മുടെ പാലാട്ടിൽ അവറാച്ചൻ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലത്തേക്ക് പോയത്. അവിടെ വെച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഗവൺമെൻറ് അടിയന്തരമായി ജില്ലാ ഭരണകൂടം കലക്ടർക്ക് ഉത്തരവിടാം എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ കലക്ടർ ഉത്തരവ് ഇതുപോലെയുള്ള ജീവികളെ, കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടണം. ഈ കത്തിന് നൽകിയ മറുപടി എന്തായിരുന്നു? മറുപടി ഞാൻ മെയിൽ അയച്ചതോളം ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. കത്തിൽ ആവശ്യപ്പെട്ടത് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്നാണ്. അത് കളക്ടർക്ക് ഉത്തരവിടണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് വന്യജീവി ശല്യം നേരത്തോട്ട് രൂക്ഷമാണോ? ഈ കക്കയ മേഖലയിൽ നിന്നാണ് ഇറങ്ങുന്നത്? കക്കയ മേഖലയിൽ ഈ കാട്ടുപോത്തിൻ്റെ ശല്യം ഈ വർഷമാണ് ഇത്രയും രൂക്ഷമായി ആരംഭിച്ചത്. ഒരു മാസം മുമ്പ് കക്കയ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എറണാകുളത്ത് നിന്ന് വന്ന 2 സഞ്ചാരികളെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ ഗുരുതരമായ പരിക്കാണ് അവർക്ക് പറ്റിയത്. അന്ന് മുതൽ നമ്മൾ ഈ വിഷയം ആവശ്യപ്പെടുന്നതാണ്. ഈ ശല്യക്കാരനായ കാട്ടുപോത്തിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇത് ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ്. ഫോറസ്റ്റിന് ഏകദേശം 10-12 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ ജനവാസ മേഖലയിൽ ഈ കാട്ടുപോത്ത് ഇന്നലെയൊക്കെ കൂരാച്ചിന് ടൗണിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് കാട്ടുപോത്തിന് ശല്യം അത് രൂക്ഷമായി ഉണ്ടായിരുന്നത്. ഇന്നലെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇന്നൊരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ശരിക്കും ഇന്നലെ ആ നടപടി ഉണ്ടായിരുന്നു. വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഉണ്ടായിരുന്നെങ്കിൽ, ഈ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ശല്യം ഉണ്ടാകില്ലായിരുന്നു.
വനം വകുപ്പിന്റെ ആളുകൾ ഇന്നലെ ഈ പ്രദേശത്ത് എത്തിയിരുന്നോ? വനം വകുപ്പിൻ്റെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ട്. അതുകൊണ്ടൊന്നും ഇക്കാര്യത്തിന് പരിഹാരമാകുന്നില്ലല്ലോ. ഇന്നലെ ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ മയക്കുവെടി വെക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ സംഘം വയനാട്ടിലാണുള്ളത്. വയനാട്ടിൽ നിന്ന് അവർ വരാനുള്ള യാതൊരു സാധ്യതയും അവിടെ ഉണ്ടായിട്ടില്ല. ഇന്നലെ പോലും DFOയോട് വിളിച്ചപ്പോൾ DFO പറഞ്ഞത് അങ്ങനെയാണ്, വയനാട്ടിൽ നിന്ന് സംഘം വരണം. പക്ഷേ വയനാട് ഇതുപോലെയുള്ള ഒരു വിഷയം ഉണ്ടായിട്ട് ഈ വെറ്ററിനറി സർജൻ ഉൾപ്പെടെയുള്ള ടീം വയനാട്ടിലായിരുന്നാണ് പറഞ്ഞത്. അത് കുരാജിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനെ തുരത്താനുള്ള യാതൊരു നടപടി ഇന്നലെ ഉണ്ടായില്ല. ആകപ്പാടെ ഇപ്പം ജനങ്ങളെല്ലാം കൂടി ഓടിച്ച് കാട്ടിലേക്ക് വിട്ടുകൊണ്ട് പോയെന്ന് മാത്രം. ഫോറസ്റ്റിൻ്റെ സംവിധാനം ഒന്നും ഇതിനത്ര ഉതകുന്ന രീതിയിലൊന്നും നാട്ടിൽ ആയിട്ടില്ല. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ കണ്ടിരുന്നു ഇതിനെ? ഇന്നലെ രാവിലെയല്ല, മിനിഞ്ഞാന്ന് വൈകുന്നേരം കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 7 മണിക്ക് ഓട്ടപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടുപോത്ത് ഇറങ്ങി. ആ കാട്ടുപോത്ത് 2 3 എണ്ണം ഉണ്ടെന്നാണ്. അതിലൊന്നാണ് കുരാജിൻ്റെ ടൗണിലേക്ക് വന്നത്. അതിനെ രാവിലെ 5 മണിക്കാണ് അവിടെ ജനങ്ങൾ കാണുന്നത്. വൈകിട്ടോടുകൂടി കാട് കയറി. ഒരു ഉച്ചയ്ക്ക് ശേഷം അത് കാട് കയറി. പക്ഷേ ഇതൊക്കെ വളരെ കാട്ടുപോത്തെന്ന് പറയുന്ന ഒരു ജീവിയല്ല, കൂട്ടമായിട്ട് നടക്കുന്നതല്ലേ. ഇതിങ്ങനെ നാട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇന്ന് സ്കൂളിന് അവധിക്ക് കൊടുക്കുകയുണ്ട. ഇന്നലെ വളരെ ഗുരുതരമായ സ്ഥിതിയാണ് നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വന്യജീവി ശല്യം, ആനശല്യമാണ് ഒരു ഭാഗത്ത് വേറെ നടക്കുന്നു. എല്ലാ ദിവസവും തന്നെ ആന കയറുന്നു. കക്കയം ഭാഗങ്ങളിലെല്ലാം എല്ലാ ദിവസവും തന്നെ ആന കയറുകയാണ്. ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്. ഗോകുൽ, കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. മിനിങ്ങാന്ന് ഈ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജില്ലാ കളക്ടറെയും വനവകുപ്പിനെയും അറിയിച്ചതാണ്. ഇന്നലെ ആളുകൾ നേരിട്ട് കാട്ടുപോത്തിനെ കണ്ടതോടുകൂടി ഇതിനെ മയക്കുവെടി വെച്ച് കൊല്ലണം എന്ന ആവശ്യം പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തെയും വനംവകുപ്പിനെയും അറിയിച്ചതാണ്. അപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി, മയക്കുവെടി വെക്കാനുള്ള സംഘം നിലവിൽ വയനാട്ടിലാണ്, അതുകൊണ്ടാണ് എത്താത്തത് എന്നായിരുന്നു. ഇന്നലെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു ജീവൻ നഷ്ടമാകില്ല എന്ന കാര്യം. തീർച്ചയായിട്ടും. ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് ഈ 2 ജീവൻ പൊലിഞ്ഞിടങ്ങളിലും ഇത് ആദ്യ സംഭവമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഒരിടത്ത് പെരിങ്ങൽകുത്തിലാണെങ്കിൽ കാട്ടാന, കക്കയത്താണെങ്കിൽ കാട്ടുപോത്ത്. മനുഷ്യർക്ക് ജീവിക്കാനാവാത്ത സാഹചര്യമാണ്. കൃഷിയിടത്തിലാണ് പണിയെടുത്തുകൊണ്ടിരുന്ന മനുഷ്യനെയാണ് ഇവിടെ എബ്രഹാം എന്ന മനുഷ്യനെ, 62 വയസ്സുകാരനെ കാട്ടുപോത്ത് ആക്രമിച്ച് കുത്തി കൊലപ്പെടുത്തുന്നത്. അവിടെ പഞ്ചായത്ത് ഉൾപ്പെടെ വലിയ പരാതികൾ ഉന്നയിച്ചിട്ടും അതിൽ ക്രിയാത്മകമായി ഇടപെടാൻ വനം വകുപ്പിനാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. തൃശ്ശൂർ പെരിങ്ങൽകുത്തിലെ കാട്ടാന ആക്രമണത്തിന്റെ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സൂരജ് ചേരുന്നുണ്ട്. സൂരജ്, കാട്ടിൽ നിന്ന് വന വിഭവങ്ങൾ ശേഖരിക്കാൻ പോയവരാണ്. അവർക്ക് കാട് വളരെ പരിചിതമാണ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വന്യമൃഗങ്ങളുടെ മുന്നിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നതുമാണ്. പക്ഷേ ഈ തുടർച്ചയായ ആനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഒരുപക്ഷെ അവർക്ക് മുൻകരുതലുകൾ എടുക്കാനാവുന്നില്ല. അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് സുരക്ഷിതമായി കാട്ടിൽ പോയി ഈ വിഭവങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു സുരക്ഷ ഒരുക്കാൻ വനം വകുപ്പിന് സാധിക്കുന്നില്ലേ? ഗൂഗിൾ, എന്തായാലും ഒരു ദാരുണമായ സംഭവമാണ്. കാരണം ഈ അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം ഇറങ്ങി ആക്രമണം സൃഷ്ടിക്കുന്നത് തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. അതിരപ്പള്ളി മേഖലയിൽ ജനജീവിതം പോലും ദുസ്സഹമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വാച്ചുമരം കോളനിയിലെ ഊരുമുപ്പന്റെ ഭാര്യയായിട്ടുള്ള 64 വയസ്സായിരുന്നു. ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോളനിയിലെ തന്നെ മറ്റ് അംഗങ്ങളോടൊപ്പം ഈ വനത്തിനകത്തേക്ക് ഇവർ എത്തുന്നത്. ആ സമയത്താണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷെ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് പലർക്കും ഈ കാട്ടാന വരുന്നത് കണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ഈ വത്സയ്ക്ക് ഓടി മാറാൻ സാധിച്ചിരുന്നില്ല. അടുത്തേക്ക് ഓടിയെത്തിയ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ഇവരെ അടിക്കുകയും തലയിലാണ് അടിയേൽക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റു. രക്തം നല്ല രീതിയിൽ രക്തം വാർന്നു പോകുന്ന ഒരു സാഹചര്യം പോലുമായിരുന്നു. കാട്ടിൽ നിന്ന് ഇവരെ പുറത്തേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ രക്തം വാർന്നു പോയ നിലയിലായിരുന്നു. പിന്നീട് അവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു ജീപ്പിലാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നടപടി സ്വീകരിച്ചത്. പക്ഷേ വഴിമധ്യേ തന്നെ ഇവർ മരിച്ചിരുന്നു എന്ന വിവരം ലഭിക്കുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവരെ ഈ വാഴച്ചാൽ ഭാഗത്ത് എത്തിച്ച സമയത്തുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ വാഴച്ചാലിൽ എത്തിക്കുകയും പിന്നീട് ഈ ജീപ്പിൽ നിന്ന് മാറ്റി അവിടെ ആംബുലൻസ് അതിനുള്ളിൽ തന്നെ സജ്ജീകരിച്ചിരുന്നു. ഇങ്ങനെ ഒരു അപകടം നടന്നു, അതിന്റെ വിവരം കൃത്യമായി വനംവകുപ്പിന് ലഭിക്കുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ പ്രത്യേക ആംബുലൻസ് ഒരുക്കിയിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ജീപ്പിൽ അവിടെ ഇവരെ എത്തിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും മരിച്ചിരുന്നു. തുടർന്ന് ഇവരെ ഇപ്പോൾ ഈ ആംബുലൻസിൽ കയറ്റി ഈ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാടിറങ്ങി ഇതുവരെയും എത്തിയിട്ടില്ല. കാരണം ചാലക്കുടിയിലേക്ക് ഈ അതിരപ്പള്ളിയിൽ നിന്ന് തന്നെ അരമണിക്കൂറിലേറെ യാത്രയുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മൃതദേഹം ചാലക്കുടിയിലേക്ക് എത്തിക്കാൻ കഴിയുക. എന്തായാലും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കാടിനെ കുറിച്ച് നല്ല പരിചയമുള്ള ആളുകളാണ്. പക്ഷെ ഇവർ പറയുന്നത് ഈ കുറച്ച് നേരത്തെയൊക്കെ കാട്ടിൽ
പോകുന്ന സമയത്ത് ഈ കാട്ടാനക്കൂട്ടം വളരെ കുറവായിരുന്നു. പക്ഷെ ഈ ഇടക്കാലത്ത് ഈ മൃഗങ്ങളുടെ എല്ലാം എണ്ണം പെരുകിയത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പണ്ടില്ലാത്ത രീതിയിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അതിരപ്പള്ളിയിലെ പല ഊരുകളിലും പോയി നമ്മൾ അവരോടെല്ലാം സംസാരിക്കുമ്പോൾ തന്നെ അവർ വ്യക്തമാക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വാച്ചുമരം കോളനിയിലെ 2 വാച്ച്മാൻമാർ, അവർ താൽക്കാലിക ജീവനക്കാരാണ്, അവർ ഇതുപോലെ ഈ കാടിനകത്ത് ഈ നിരീക്ഷണങ്ങൾക്കും മറ്റും പോകുന്ന സമയത്ത് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടാവുകയും അവിടെ വെച്ച് ഈ ആക്രമണത്തിൽ 2 താൽക്കാലിക ജീവനക്കാർ ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അതേ കോളനിയിലെ തന്നെ ഊരുമൂപ്പന്റെ ഭാര്യയായിട്ടുള്ള വത്സയും ഇപ്പോൾ ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇവരുടെ മൃതദേഹം നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ വനംവകുപ്പും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളും എല്ലാം ചേർന്ന് സ്വീകരിച്ചു വരികയാണ്. ആംബുലൻസിൽ അല്പസമയത്തിനകം ഇവരുടെ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കും. എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ കാട്ടാന ഇറങ്ങുന്നത് വലിയ പ്രതിഷേധമായി അതിരപ്പള്ളിയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഗൂഗിൾ. ശരി സൂരജ്, ഏതായാലും അതിരപ്പള്ളിയിൽ അത് വാച്ചുമരം കോളനിയിലെ മൂപ്പന്റെ ഭാര്യയായ വത്സയാണ്. വനവിഭവം ശേഖരിക്കാൻ പോയതാണ്. ആദിവാസി വയോധികയാണ്. അവർക്ക് ആ കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനായാലും ഒപ്പമുണ്ടായിരുന്ന പലർക്കും അവിടെ നോടി മാറാൻ കഴിഞ്ഞെങ്കിലും വത്സയെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് തലയ്ക്ക് പരിക്കേറ്റാണ് വത്സ മരിക്കുന്നത്. രക്തം വാർന്നാണ് മരിക്കുന്നത്. പിന്നീട് വാഴച്ചാലിലേക്ക് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മറുവശത്ത് കക്കയം കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്ന എബ്രഹാം എന്ന 62-കാരനായ വയോധികൻ കൃഷിയിടത്തിൽ സ്വന്തം പറമ്പിൽ പണിയെടുക്കുമ്പോഴാണ്, ഒരിടത്ത് കാട്ടിലാണെങ്കിൽ മറ്റൊരിടത്ത് അത് നാട്ടിൽ സ്വന്തം കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോഴാണ് അവിടെ പോലും സുരക്ഷിതമല്ലാത്ത സാഹചര്യം. കാട്ടുപോത്തിന്റെ ആക്രമണം, കാട്ടുപോത്ത് കുറേ ദിവസങ്ങളായി അവിടെ തുടരുന്നുണ്ട്. ആ മേഖലയിൽ ആളുകൾക്ക് ഭീതിയിലായിരുന്നു. ഇടപെടലുകളൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന ആരോപണം വരുന്നുണ്ട്. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, നിലവിൽ ഈ ആക്രമിച്ച കാട്ടുപോത്തിനെ കാട് കയറ്റിയെന്നാണോ അവർ പറയുന്നത്? ഗോകുൽ, ഈ സ്ഥലത്തിന്റെ പ്രധാന പ്രശ്നം കക്കയം വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഇത്. അതുകൊണ്ട് ഒരു കാട്ടുപോത്താണോ ഒന്നിലധികം കാട്ടുപോത്ത് ഈ പ്രദേശത്ത് ഇറങ്ങിയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ ആളുകൾ പറയുന്നതനുസരിച്ച് പലപ്പോഴും ഈ കാട്ടിൽ നിന്നും കാട്ടുപോത്ത് നാട്ടിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാട്ടുപോത്താണോ അതേ ഒന്നിലധികം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് സ്ഥിരീകരിക്കേണ്ടത് വനം വകുപ്പ് തന്നെയാണ്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 2 ദിവസമായി പ്രദേശത്ത് കാട്ടുപോത്ത് നാട്ടിലിറങ്ങി എന്ന കാര്യം വനം വകുപ്പിന് അറിയാവുന്ന കാര്യമാണ്. അവരെത്തി DFO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ മയക്കുവെടി ഉൾപ്പെടെ വെക്കാതെ ഇതിനെ തുരത്താത്തതാണ് നിലവിൽ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇന്നലെ പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി ആളുകൾ വലിയ രീതിയിൽ പരിഭ്രാന്തരായിരുന്നു. അപ്പോൾ തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വനം വകുപ്പിനെ ഈ വിവരം അറിയിച്ചതാണ്. പക്ഷേ മയക്കുവെടി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അതിന് കാരണമായി പറഞ്ഞത് വയനാട്ടിലാണ് നിലവിൽ ഈ മയക്കുവെടി വെക്കുന്ന സംഘം ഉള്ളത്. അതുകൊണ്ടാണ് മയക്കുവെടി വെക്കുന്നതിന് കാലതാമസം ഉള്ളതെന്നാണ് അവർ ഇന്നലെ വ്യക്തമാക്കിയത്. അതിലൂടെയാണ് ഇന്നിപ്പോൾ ഒരു ജീവൻ പൊലിയുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ജീവൻ പൊലിയുന്നത് ഒഴിവാക്കാമായിരുന്നു, അത് തടയാമായിരുന്നു. പക്ഷേ ആ ഒരു നടപടി വൈകിയത് മൂലം ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഒരു കർഷകനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെയും ഇന്നുമായി നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടുന്ന 3ാമത്തെ ജീവനാണ് ഇപ്പോൾ പാലാട്ടിൽ എബ്രഹാമിൻ്റേത്. ആളുകൾ പറയുന്നതനുസരിച്ച് നേരത്തെ മുതൽ തന്നെ ഈ പ്രദേശത്ത് ഈ വന്യജീവിയുടെ ആക്രമണമുണ്ട്. പക്ഷേ ഈ ഇലക്ട്രിക് ലൈനുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാതെ മറ്റ് നിർവാഹമില്ല, മറ്റു വഴികളില്ല. അങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഈ കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും ഒക്കെ ശല്യം തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും ജീവൻ പൊലിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിന് ഫെൻസിംഗ് ലൈൻ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോഴെന്താണെങ്കിലും എബ്രഹാമിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുക. ഇപ്പോൾ കൂരാച്ചുണ്ട് പഞ്ചായത്തിന്റെ അധികൃതരും ഒപ്പം തന്നെ വനം വകുപ്പിന്റെ ഉൾപ്പെടെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ പോലീസ് സംഘം ഈ പ്രദേശത്തേക്ക്, അതായത് ഇന്നലെ നമ്മൾ കോതമംഗലത്ത് ഉൾപ്പെടെ കണ്ടതാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം പോലീസ് തള്ളിക്കളയുന്നു.
പറയുന്നില്ല. അതുകൊണ്ട് കൂടുതൽ പോലീസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിന്യസിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്താണെങ്കിലും ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ നടക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഗോകുൽ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. രാഹുൽ, തുടരുക. ഇന്നലെ നേര്യമംഗലത്ത് ഇന്ദിരയായിരുന്നെങ്കിൽ ഇന്ന് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എബ്രഹാമാണ് മരിക്കുന്നത്. അതും ഇവർ രണ്ടുപേരും കൃഷിയിടത്തിൽ, സ്വന്തം പറമ്പിൽ കൃഷിയിടത്തിൽ കൃഷിജോലികൾ ചെയ്യുന്ന ഇടത്താണ്. അവിടെ പോലും സുരക്ഷിതമല്ലാത്ത സാഹചര്യം. ഏത് വഴിക്കാണ് കാട്ടുപോത്തും കാട്ടാനയും ഒക്കെ വരുന്നതെന്ന് അറിയാത്ത അവസ്ഥയാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ, മലയോര മേഖലകളിലെ ജനങ്ങൾ അങ്ങേയറ്റം അരക്ഷിതരാകുന്നു. ഓരോ ദിവസവും കൂടുതൽ വന്യജീവി ആക്രമണത്തിന്റെ വാർത്ത വരുന്നു. ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിനകത്ത് 2 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത് വന്യജീവി ആക്രമണങ്ങളിൽ. ഒന്ന് കക്കയത്ത് എബ്രഹാം എന്ന കർഷകന്റെ ജീവനാണ് കാട്ടുപോത്തെടുത്തതെങ്കിൽ അപ്പുറത്ത് പെരിങ്ങൽകുത്തിൽ തൃശ്ശൂരിൽ വത്സ എന്ന ആദിവാസി വയോധിക വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ വയോധികയാണ് കാട്ടാന ആക്രമിച്ചത്. 2 പേരുടെയും ജീവൻ നഷ്ടമാകുന്നു. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, ഈ നമ്മളോട് സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആളുകൾ നിരന്തരമായി പറയുന്നത് അവിടെ ഫെൻസിങ് സ്ഥാപിക്കണം. അത്ര കണ്ട് ഈ കാട്ടിലേക്ക് നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾക്കനുസരിച്ച് അവയെ തുരത്തുവാനുള്ള മാൻ പവർ അല്ലെങ്കിൽ മനുഷ്യശേഷിയൊന്നും വനം വകുപ്പിനില്ല. അപ്പോൾ മറുവഴികൾ ഫെൻസിങ് സ്ഥാപിക്കുക, അല്ലെങ്കിൽ കിടങ്ങുകൾ സ്ഥാപിക്കുക, മതിലുകൾ സ്ഥാപിക്കുക, ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെയാണ്. അത്തരത്തിലുള്ള ഒരു സംവിധാനം പോലും അവിടെ ഒരുക്കുന്നില്ലേ, നിരന്തരമായി ഈ വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടും? ഗോകുൽ, അത് തന്നെയാണ് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഈ ഫെൻസിംഗ് ലൈൻ ഉൾപ്പെടെ ഇല്ലാത്തതാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് പറയുന്നത്. പലതവണ ഇത്തരത്തിൽ കാട്ടാനകളും കാട്ടുപോത്തുകളും ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഇറങ്ങിയപ്പോൾ അവർ പല ആവർത്തി അറിയിച്ചതാണ് വനംവകുപ്പിനെ ഇത്തരത്തിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് സ്ഥാപിക്കണമെന്ന്. അതിലൊക്കെ ഉണ്ടായ കാലതാമസമാണ് ഇത്തരത്തിൽ ഒരു മരണത്തിന് ഇടയാക്കിയതെന്ന കാര്യം ഇവർ തന്നെ പറയുന്നു. കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നു. ഇന്നലെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 2 ദിവസം മുമ്പ് ഈ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങിയതാണ്. അപ്പോഴും ആ വിവരങ്ങൾ അറിയിച്ചിട്ടും കൃത്യമായ നടപടി ഉണ്ടാകാത്തതാണ് ഇത്തരത്തിൽ ഒരാളുടെ മരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഓട്ടപ്പാലം കാളങ്ങാലി ഭാഗത്തായിരുന്നു ഈ കാട്ടുപോത്ത് ഇറങ്ങിയത്. ആളുകൾ നേരിട്ട് കണ്ടതാണ്. പലരും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആക്രമണത്തിൽ 62-കാരനായ കർഷകൻ അബ്രഹാം കൊല്ലപ്പെട്ടത്. കാട്ടുപോത്ത് നെഞ്ചിലാണ് കുത്തിയത്. കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന മനുഷ്യനെയാണ് കാട്ടുപോത്ത് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഗുരുതരമായ ആരോപണമാണ് വനം വകുപ്പിനെതിരെയും ജില്ലാ ഭരണകൂടത്തിനെതിരെയും ഉന്നയിച്ചത്. ജില്ലാ കളക്ടർക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ കഴിഞ്ഞ ദിവസം ഇമെയിൽ സന്ദേശം വരെ അയച്ചു. അവരുമായോട് ആവശ്യപ്പെട്ടതാണ് ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം അത് നിരന്തരമായി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ ആ പ്രദേശത്ത് ഒന്നിലേറെ കാട്ടുപോത്തുകൾ കക്കയം ഡാം പ്രദേശത്തു നിന്നും വനപ്രദേശത്തു നിന്നുമൊക്കെ എത്തുന്നുണ്ട്. അത് വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. മയക്കുവെടി വെക്കണം, അല്ലെങ്കിൽ ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്നത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനുള്ള ഉദ്യോഗസ്ഥർ, അതിന് പരിശീലനം സിദ്ധിച്ച അതിന് വിദഗ്ധരായ ഉദ്യോഗസ്ഥരില്ല. ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രൻ ഈ 2 ജീവനുകളാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ കാട്ടാനയുടെയും ഒപ്പം കാട്ടുപോത്തിന്റെയും ആക്രമണത്തിൽ പൊലിഞ്ഞത്. സംസ്ഥാനത്ത് ഈ വിഷയത്തിൽ ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. 24-നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വന്യജീവിയുടെ ആക്രമണം മൂലം 2 പേർ പുലിയായുടെ ജീവൻ നഷ്ടപ്പെട്ട ദുഃഖകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 സ്ഥലത്തും നിരീക്ഷണം ശക്തിപ്പെടുത്താനും മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ആവശ്യമായ സഹായധനം നൽകാനുമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോട് സംഭവ സ്ഥലത്ത് പോകാനും വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. വനമന്ത്രിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. 24-നോട് അദ്ദേഹം പറയുകയായിരുന്നു ഈ 2 സ്ഥലങ്ങളിലും കൂടുതൽ നിരീക്ഷണം ശക്തമാക്കാനും ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം, അതിനുവേണ്ടി കൂടുതൽ ഇടപെടൽ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശങ്ങളിലെല്ലാം ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ അബ്രഹാമിനെ പോലെയുള്ളവർക്ക് കൃഷിയിടത്തിൽ കൊല്ലപ്പെടേണ്ടി വരുമായിരുന്നില്ല, അല്ലെ അവരുടെ ജീവൻ പൊലിയുമായിരുന്നില്ല എന്നതാണ് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആരോപിച്ചത്. ഇപ്പോൾ കിട്ടിയത് തുടരും ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും ഇതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കക്കയത്താണ് കർഷകനായ അബ്രഹാം കൊല്ലപ്പെട്ടത്. തുടർന്ന് ഇപ്പോൾ അവിടെ DCC പ്രസിഡന്റ് പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പൊതുപ്രവർത്തകർ അവിടെ ഉണ്ട്.
അവരുടെ പ്രതികരണത്തിലേക്ക്. ആ കാട്ടുപോത്തിനെ കൊല്ലാനുള്ള വെടിവെക്കാനുള്ള ഉത്തരവിടണം, എന്നിട്ട് ഞാൻ ബോർഡുകളെ ശ്രമിക്കുന്നല്ലോ, അല്ലെ പിടിച്ചു മാറ്റട്ടെ. അപ്പൊ മാത്രമല്ല ഇതൊരു കർഷകനാണ്. കർഷക അവന്റെ ഭൂമിയിൽ വെച്ചാണ് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന കർഷകന് സുരക്ഷ ഉറപ്പാക്കണം. ഈ മരണപ്പെട്ട കർഷകന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ ആ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവ് കളക്ടർ തുടരണം, അല്ലെങ്കിൽ ഇവിടെ പ്രൊസീഡ് ചെയ്യണം. എന്നിട്ട് ബോർഡ് മാറ്റിയാൽ മതി. 2 ദിവസമായി കാട്ടുപോത്ത് ഇറങ്ങി ഇതുവരെ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് ഇനി നാളെ ഇന്ന് വേറൊരാളെ ഇന്നലെ നേര്യമംഗലത്ത് കോതമംഗലത്തും ഒക്കെ കണ്ടതിന് സമാനമായ ഒരു പ്രതിഷേധത്തിലേക്കാണ് കോഴിക്കോടും കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയും വന്യജീവി ആക്രമണത്തിൽ, കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ അബ്രഹാമിന്റെ മൃതദേഹവുമായി ആംബുലൻസ് പോകാനൊരുങ്ങവേ അത് തടയുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കുവാനുള്ള ഉത്തരവിടണം. അവിടെ തർക്കത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ. ആവശ്യങ്ങൾ 2 ദിവസമായിട്ട് ആ കാട്ടുപോത്ത് അതിനെ നടക്കാണ്. അതിനെ വെടിവെക്കാനുള്ള ഒരു തീരുമാനമില്ല, ഒരു മനുഷ്യന്റെ ജീവനില്ല. കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ മൃതദേഹവുമായി ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങവെയാണ് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയാണ്. അവർ ആവശ്യപ്പെടുന്നത് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവിറങ്ങാതെ കർഷകന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാതെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാട്. DCC പ്രസിഡന്റ് നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഇന്നലെ കോതമംഗലത്ത് നമ്മൾ കണ്ടതാണ്. അവിടെ കുറെ കൂടി രൂക്ഷമായ നിലയിൽ ആശുപത്രിയിൽ നിന്ന് മൃതദേഹവുമായി പുറത്തിറങ്ങി റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയി. ഇതാ ആ പുറത്തേക്കിറങ്ങിയ ആംബുലൻസ് പിന്നോട്ടടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. എന്താ കഥ ഇത്? തമാശ മനുഷ്യൻ ഈ പരിക്ക് ബോഡി വീണ്ട് ഒരു സ്റ്റെപ്പ് പോലും ഇല്ല. 1.5 കിലോമീറ്റർ ഞാനാ ബോഡി വന്നത് കാട്ടിക്കൂടെ 1.5 കിലോമീറ്റർ ഒരു സ്ട്രെച്ചർ പോലും ഇല്ല അവരുടെ വണ്ടിയില്. ഇത്രയും നേരമായിട്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് കാണാനില്ലല്ലോ. ഫോറസ്റ്റുകാർ ആരും എത്തിയിട്ടില്ലല്ലോ. കളക്ടർ വരട്ടെ, കളക്ടർ കോടതിയിടാൻ ഉത്തരവ്. മന്ത്രി തന്നെ ഇന്നലെ എന്താ പറഞ്ഞത്? കളക്ടർ കോടതിയിടാന്നാ പറഞ്ഞത്. മന്ത്രി തന്നെ അതാണ് പറഞ്ഞത്. ഇന്നലെ കോതമംഗലത്തിൽ കണ്ടതിന് സമാനമായ പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട് കാണുന്നത്. കോഴിക്കോടും എത്ര മനുഷ്യനാ പോകുന്നത്? അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയിൽ ജീവിക്കേണ്ടി പോയ ആളുകളാ. 1, 2, 3 അല്ല. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് കുരാച്ചുകൊണ്ടേ രേഖാമൂലം കളക്ടർ കൊടുത്തവരില്ല. അതുകൊണ്ട് കലക്ടർ വന്ന് ആ കാട്ടുപോത്തിന് വധിക്കാനുള്ള ഉത്തരവിടണം. എന്നിട്ട് ഞങ്ങൾ സമ്മതിക്കുള്ളൂ. അല്ല ഞങ്ങൾ പിടിച്ചു വരട്ടെ, ഞങ്ങൾ കിടക്കും. ഞങ്ങൾ ഒരു സംശയം കിടക്കാൻ പോവാ. മനുഷ്യ ജീവന് പന്താണ് ഒരു സർക്കാർ. ആർക്കൊരു ഉത്തരവാദിത്വമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എഴുതി കൊടുത്തു രേഖാമൂലം. 2 ദിവസമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു നടപടി ഉണ്ടായില്ല. ഇത് കൊന്നതിന് ശേഷം ഇപ്പൊ അവർക്ക് ബോഡി മാറ്റി ഒരു നടക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടറോട് ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടു. ഇന്നലെ ഈ 2 ദിവസമായി ഒരു കാട്ടുപോത്തിനെ നാട്ടുകാരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് കാട്ടുപോത്തിനെ കൊല്ലാൻ കളക്ടർ വന്ന് ഉത്തരവിടുന്നവർ ഞാൻ ബോർഡിനെ സമ്മതിക്കില്ല. ഇവിടെ കിടക്കും, അല്ലെ പോലീസ് വരട്ടെ. സംശയം ഇത് കുറച്ച് ഞങ്ങൾ നിരന്തരമായി കോൺഗ്രസും കർഷക കോൺഗ്രസും വിഷയങ്ങളിലേക്കാണ്. മലയോര മേഖലയിൽ കർഷകർ ജീവിക്കാൻ പറ്റുന്നില്ല. പടക്കം പൊട്ടി ചോദിക്കാതെ മാത്രമേ ഉള്ളൂ. 12 കിലോമീറ്റർ ദൂരത്തിൽ ടൗണിലാണ് രണ്ടുപേരെ കോഴിക്കോട്ട് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.
കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അബ്രഹാം എന്ന കർഷകനാണ് കൊല്ലപ്പെട്ടത്. കൃഷിയിടത്തിൽ കൊക്കോ പറിക്കുന്നതിനിടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിക്കുന്നു. നെഞ്ചിലാണ് അദ്ദേഹത്തിന് കുത്തേറ്റത്. സ്വന്തം കൃഷിയിടത്തിൽ കൃഷിഭൂമിയിൽ പോലും പണിയെടുക്കാനാവാത്ത സാഹചര്യം എന്നതാണ് വലിയ പ്രതിഷേധത്തിന്, അവിടെ രോഷത്തിനൊക്കെ കാരണമാകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നേരിട്ട് പറഞ്ഞത് ജില്ലാ കളക്ടറോടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടതാണ്. 2 ദിവസമായി ഈ കാട്ടുപോത്ത് ആ പ്രദേശത്തുണ്ട്. ആളുകൾക്ക് ഭീതി വരുത്തിയിരുന്നു. കൂരാച്ചുണ്ടിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയിൽ ടൗണിൽ ഉൾപ്പെടെ ഈ കാട്ടുപോത്ത് എത്തിയിരുന്നു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഇന്നലെ കോതമംഗലത്ത് കണ്ടതിന് സമാനമായ ഒരു പ്രതിഷേധത്തിലേക്കാണോ കോഴിക്കോട് കോൺഗ്രസ് പോകുന്നത്? കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, സാധാരണ കർഷകർക്കൊപ്പം നിൽക്കുന്നു. ആ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. അതിൽ ഏറ്റവും ആദ്യം വിലപ്പെട്ട ജീവനാണ് തടഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ആംബുലൻസ് കടത്തിവിടില്ല എന്നുള്ള കാര്യമാണ് DCC പ്രസിഡന്റ് പ്രവീൺകുമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അവർ പറയുന്നത് ജില്ലാ കളക്ടർ ഈ പ്രദേശത്തേക്ക് ഈ ആശുപത്രിയിലേക്ക് എത്തണം. ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി ജില്ലാ അല്ലാത്ത സാഹചര്യത്തിൽ ഈ മൃതദേഹം വിട്ടു നൽകില്ല എന്ന കാര്യമാണ് പറയുന്നത്. നേരത്തെ എബ്രഹാമിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലേക്കായിരുന്നു എത്തിച്ചിരുന്നത്. തുടർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമായി മോർച്ചറിയിലേക്ക് മാറ്റാനായിരുന്നു നീക്കം. ആ നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞിരിക്കുന്നത്. ഇന്നലെ കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലാ കളക്ടറോട് വ്യക്തമാക്കിയതാണ് ഇതിനെ ഈ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കണമെന്ന കാര്യം. അത് ജില്ലാ കളക്ടർ അംഗീകരിച്ചില്ല. അതിൽ വീഴ്ച വരുത്തി കളക്ടർക്ക് വീഴ്ചയുണ്ടായി. അതിലൊരു മറുപടി നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ തടഞ്ഞിട്ട് അവർ പ്രതിഷേധിക്കുന്നത്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഒരു വ്യക്തമായ മറുപടി നൽകാതെ അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺകുമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇന്നലെ നമ്മൾ കോതമംഗലത്തിൽ കണ്ടതിന് സമാനമായ ഒരു പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ പോലീസ് സേനയും പോലീസ് ഉദ്യോഗസ്ഥരും പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ജില്ലാ കളക്ടർ എത്താതെ ഇവിടെ നിന്നും പിന്മാറില്ല എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ പ്രവീൺകുമാർ തന്നെ ചേരുന്നുണ്ട്. എന്താണ് പ്രവീണേട്ടാ നിങ്ങൾ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത്? അല്ല, ഒന്നുമല്ല. ഇനി ഇത്തരം ഒരു ഗതികേട് ഒരു കർഷകൻ ഉണ്ടാകാൻ പാടില്ല. 2 ദിവസമായി കാട്ടുപോത്ത് അലിഞ്ഞടക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കലക്ടറെ അറിയിച്ചു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതാ ദാരുണമായി വധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കാട്ടുപോത്തിനെ വെടിവെക്കാൻ കലക്ടർ വന്ന് ഉത്തരവിടുന്നവരെ ഈ പ്രശ്നം ഞങ്ങൾ അനുവദിക്കില്ല. ജില്ലാ കളക്ടർക്ക് ഒരു വീഴ്ച സംഭവത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാമൂലം കൂരാച്ചുണ്ട് പഞ്ചായത്ത് രേഖാമൂലം കൊടുത്തിട്ട് നടപടിയില്ല. ഇപ്പോഴും ആ കാട്ടുപോത്ത് അവിടെ അലിയാണ്. ജനങ്ങൾ ഭീഷണിയിലാണ്. അതിനെ വധിക്കാൻ വേണ്ടി ഉത്തരവിടുത്ത കളക്ടർ എവിടെ? കളക്ടർ അത് കലക്ടർ ഉത്തരവിടാതെ വലിയ പ്രതിഷേധം കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ മൃതദേഹം അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ജില്ലാ കളക്ടർ കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവിടാതെ മൃതദേഹം വിട്ടു നൽകില്ല എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അവിടെ പെരിങ്ങൽകുത്തിലാണ് ആദിവാസി വയോധിക വനവിഭവം ശേഖരിക്കാൻ പോയ വത്സയെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവിടുത്തെ വാച്ചുമരം ഊരിലെ മൂപ്പന്റെ ഭാര്യയാണ് വത്സ. അവരൊരു സംഘമായാണ് കാട്ടിൽ വനവിഭവം ശേഖരിക്കാൻ പോയത്. പക്ഷേ ആ കൂട്ടത്തിൽ ആക്രമണത്തിനെ ചെറുക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനോ വത്സയ്ക്ക് സാധിക്കുന്നില്ല. മറ്റുള്ളവർ കൂടി രക്ഷപ്പെടാനായെങ്കിലും വത്സ ആനയുടെ തുമ്പിക്കൈയോടുള്ള അടിയേറ്റ് വീഴുകയായിരുന്നു. തുടർന്ന് രക്തം വാർന്നാണ് മരിച്ചത്. ഇപ്പോൾ വത്സയുടെ മൃതദേഹമുള്ളത് ചാലക്കുടിയിലെ ആശുപത്രിയിലാണ്. സൂരജ് സജ്ജി അവിടെ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, മൃതദേഹം അവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ? ഈ ആനയുടെ ആക്രമണം ആ സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, വനത്തിൽ ഇവരോടൊപ്പം പോയ ആളുകൾ ഇപ്പോൾ ഈ ആശുപത്രിയിലുണ്ടോ? അവരോട് എന്താണ് സാഹചര്യം നമുക്ക് ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗോകുൽ, എന്തായാലും മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടില്ല. അല്പസമയത്തിനകം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഴച്ചാലിൽ നിന്ന് നിലവിൽ ഈ ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭിക്കുന്ന പ്രകാരം ഇവർക്ക് ഉൾവനത്തിൽ വച്ചല്ല ആനയുടെ ആക്രമണം നേരിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ഇവർ മരോട്ടിക്ക ശേഖരിക്കുന്നതിന് വേണ്ടി അതായത് ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഈ പോത്തുപാറ എന്ന് പറയുന്ന ആദിവാസി കോളനിയുണ്ട്. ആദിവാസി കോളനിയിലൂടെ വനംവകുപ്പിന്റെ ഒരു പാതയുണ്ട്. ആ റോഡിലൂടെ പോകുന്ന സമയത്താണ് ഊരുമൂപ്പനും അതുപോലെ തന്നെ ഊരുമൂപ്പന്റെ ഭാര്യയുമായിട്ടുള്ള വത്സയും ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. മരോട്ടിക്ക ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ വനംവകുപ്പിന്റെ തന്നെ ഇടറോഡിലൂടെ പോകുന്നത്. ആ സമയത്താണ് ഇവർക്ക് നേരെ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു കാട്ടാന വരുന്നു, അവർക്ക് നേരെ വരുന്നു. ആ സമയത്ത് ഊരുമൂപ്പന് ഓടി മാറാൻ കഴിഞ്ഞു. പക്ഷേ ഈ വത്സയ്ക്ക് ഓടി മാറാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് ഈ കാട്ടാന ഇവരെ തുമ്പിക്കൈ കൊണ്ട് തലക്കടിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പിന്നീട് അവിടെ നിന്ന് കാട്ടിൽ നിന്ന്
ഈ റോഡിൽ നിന്ന് പുറത്തെത്തിച്ചതിന് ശേഷം ഒരു ജീപ്പിലാണ് ഇവരെ പിന്നീട് ഈ വാഴച്ചാലിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ജീപ്പിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവർ മരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് ഈ വാഴച്ചാലിൽ വെച്ച് ഇവരുടെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചു. എന്തായാലും നമ്മളോടൊപ്പം ഈ ചാലക്കുടി നഗരസഭ ചെയർമാൻ കൂടി ചേരുകയാണ്. തുടർച്ചയായി അതിരപ്പള്ളി മേഖലയിലെല്ലാം കാട്ടാനാക്രമണം പതിവാകുന്നു. ഇപ്പോൾ ഒരു ആദിവാസി ഊരിലെ ഒരു ആദിവാസിക്ക് നേരെ തന്നെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് കാണുന്നത്? ഊരിനകത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. സാധാരണ കാടിനകത്ത് അവർ ആവശ്യത്തിനുള്ള ഈ കായൊക്കെ പറിക്കുന്നതിന് പോകുന്ന സമയത്തല്ല. ഇത് മനുഷ്യവാസം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് അതിരപ്പള്ളി വനമേഖലയിൽ 4 പഞ്ചായത്തിൽ കോടശ്ശേരി, അതിരപ്പള്ളി, പരിയാരം പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ മേലൂർ പഞ്ചായത്തിലും സാധ്യമാവാത്ത രീതിയിലാണ് കാട്ടാനയും വന്യമൃഗങ്ങളും മനുഷ്യന് നേരെ അക്രമമായി വന്നു തുടങ്ങിയിട്ടുള്ളത്. വലിയൊരു ആപത്താണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് വെറ്റിലപ്പാറ എല്ലാം തുടർച്ചയായി കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കാട്ടാന റോഡ് ക്രോസ് ചെയ്യുന്ന മാർക്കിങ്ങുകളാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുള്ള ഇൻഡിക്കേഷൻസ്. ഇത്രയധികം കാട്ടാന പെറ്റുപെരുകിയിട്ടുണ്ടെന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. വലിയ പ്രതിഷേധമാണ് ജനങ്ങൾ മൊത്തത്തിൽ ഈ വിഷയത്തിലുള്ളത്. ഇത് സ്ഥിരമായി ഇത്തരത്തിൽ മനുഷ്യവാസം തീരെ സാധ്യമല്ലാത്ത രീതിയിലേക്ക് ഊരുകളും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയും ഭീഷണിയുടെ ഇതിലാണ് ഉള്ളത്. ഇവർക്ക് പലപ്പോഴും ആക്രമണം നേരിടുമ്പോൾ പോലും ഒരു ധനസഹായം പോലും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇത് സർക്കാർ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അത് അവർക്ക് പറയുന്ന തുക ലഭിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല. അത് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി പോകുന്നു. മനുഷ്യന്റെ ജീവന് തുക ലഭിക്കലല്ലോ പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യന് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളതല്ല, അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ. നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തുക ലഭിക്കലല്ലോ അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരു ജീവന്റെ വില എന്ന് പറയുന്നത് തുക ലഭിക്കലല്ലോ. നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താ? നമ്മൾ MLA ഇപ്പം അധികം വൈകാതെ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം എല്ലാവരും കൂടി ആലോചിച്ച്, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും കൂടി മനുഷ്യജീവന്റെ കാര്യമാണ്, എല്ലാവരും കൂടെ ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് പല ജനപ്രതിനിധികളുണ്ട്, BJP-യുടെ പ്രതിനിധിയുണ്ട്, അതോടൊപ്പം തന്നെ എല്ലാ പ്രതിനിധികളും ഇവിടെ എത്തുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ? ഭരണകൂട നിസ്സംഗത, അതിനങ്ങനെ കാണാൻ കഴിയുള്ളൂ. കാരണം ഇതിനു മുമ്പ് അതിരപ്പള്ളിയിൽ വെച്ചിട്ട് ഒരു കുഞ്ഞിനെ ആന ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സാമുദായിക മത നേതാക്കളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അന്ന് അതിരപ്പള്ളിയിലെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് സമരം ചെയ്തത്. അതിനുശേഷം അന്ന് ഈ പറഞ്ഞവർ MLA അടക്കമുള്ള ആളുകൾ, അതേപോലെ തന്നെ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇനി ഇങ്ങനൊരു ആദിവാസി അല്ലെങ്കിൽ ഒരു ജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞു. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രിക്കോഷൻസ് പോലും എടുക്കാതെ, അതുമാത്രമല്ല ആദിവാസി വിഭാഗങ്ങളോടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ നെറുകേടുകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ തന്നെയാണ് എന്തായാലും വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയർത്തുന്നത്. കാരണം കഴിഞ്ഞ തവണ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിരപ്പള്ളി മേഖലയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ആന ചവിട്ടിക്കൊല്ലുന്ന സമയത്തെല്ലാം വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ആ മേഖലക്കകത്ത് ഒരു RRT സംഘത്തെ തന്നെ നിയോഗിക്കും. തീർച്ചയായും മരിച്ചതിന് ശേഷം പണം നൽകുന്നതിലല്ലോ ജീവൻ സംരക്ഷിക്കാനുള്ള ഉപാധികൾ, അതിനുള്ള നടപടികളാണല്ലോ വേണ്ടതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും 2 പേരുടെ ജീവനുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ. ഒന്ന് കക്കയത്ത് 62 വയസ്സുകാരനായ അബ്രഹാമിനെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഒപ്പം പെരിങ്ങൽകുത്തിൽ ആദിവാസി വയോധികയായ വത്സ കാട്ടാനയുടെ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു. ഈ 2 വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറിൽ വന്ന ഞെട്ടിക്കുന്ന ദാരുണമായ സംഭവങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചത്. കേരളത്തിൽ 2 പേരുടെ ജീവൻ കൂടി വന്യമൃഗ ആക്രമണത്തിൽ പൊലിയുന്നു. ഇപ്പോൾ കിട്ടിയ തുടരും ശ്രീയുടെ വേളയ്ക്ക് ശേഷം. തിരികെ ഇപ്പോൾ കിട്ടിയതിലേക്ക്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 2 ജീവനാണ് സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണത്തിൽ പൊലിഞ്ഞത്. കക്കയത്ത് അബ്രഹാം എന്ന കർഷകൻ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇത് ചാലക്കുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ വരുന്നത്. പെരിങ്ങൽകുത്തിൽ ആദിവാസി വയോധികയാണ്, വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ വയോധിക. അതും ആദിവാസി ഊരിനോട് ചേർന്ന പ്രദേശത്ത് തന്നെ, ഉൾവനത്തിലല്ല, ഊരിനോട് ചേർന്ന ജനവാസ മേഖലയ്ക്ക് അടുത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സൂരജ് സജ്ജ് തുടരുന്നുണ്ട്. സൂരജ്, ആ മൃതദേഹം ചാലക്കുടി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായും ഗൂഗിൾ. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ വാഴച്ചാലിലാണ് ആദ്യം ഈ മൃതദേഹം എത്തിച്ചത്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. കാരണം ഇവരുടെ കുടുംബാംഗങ്ങളുണ്ട്, ഇവരോട് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താ ചേട്ടാ സംഭവിച്ചത്? മരവെട്ടിക്കുരി കൊടുക്കാൻ പോയത്. എപ്പോഴായിരുന്നു? 3 മണിയൊക്കെ ഉണ്ടാവും. എവിടെ വെച്ച് ഈ ആന? കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. കാടിനകത്തായിരുന്നു. ഇവർ പോകുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ആന ഓടി വരികയായിരുന്നോ? അതെനിക്കറിയില്ല. അത് അവർ 2 പേരകത്തുണ്ടായുള്ളൂ. ഊരുമൂപ്പനും ഭാര്യയും.
മൂപ്പനും പരിക്കേറ്റിട്ടുണ്ടോ? ആ കുഴപ്പമില്ല. ആളാന ഓടിച്ച് ഒന്നുമില്ല. കൂടെ വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം എന്ന് തോന്നുന്നു. കാര്യം ഊരുമൂപ്പനെ എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ കൂടി പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ഇവർ പറയുന്നത് ഈ മരോട്ടിക്ക ശേഖരിക്കാൻ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിൾ ചാലക്കുടി ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടേക്കാണ് ഇപ്പോൾ പെരിങ്ങൽകുത്തില വാച്ചുമരം ഊരിലെ മൂപ്പന്റെ ഭാര്യ വത്സയുടെ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. വനവിഭവം മരോട്ടിക്കുരു ശേഖരിക്കാൻ പോയതായിരുന്നു മൂപ്പനും ഒപ്പം ഭാര്യ വത്സയും. ഇവർ പോയ വഴിയിലാണ് ഇവരെ കാട്ടാന ആക്രമിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് മൂപ്പൻ വിശദീകരിക്കുന്നത്. ആന വന്ന പുല്ലിക്കൂടെയാണ്. ചവട്ട് പറയുന്നത് നമുക്കറിയില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. സാധാരണ വരാനുള്ള സ്ഥലം വേണം. പക്ഷേ ഞങ്ങൾ 2-3 ദിവസം അവിടെ പോയിട്ട് ഒരു അനക്കം കേട്ടില്ല. ഇപ്പൊ അടുത്തെങ്കിലും വന്നില്ല. ഇപ്പൊ ഇന്ന് ഞങ്ങൾ പോയിട്ട് കാറ്റ് ആ വൈക്കരെ പോയിട്ട് അനക്കൊന്നും കേട്ടില്ല. ഈ കായ പൊട്ടിച്ച സ്ഥലത്തൊക്കെ കൂട്ടി തല്ലി പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നതാ. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഉൾക്കാട്ടിൽ വെച്ചിട്ട്. അതെ, പെട്ടെന്ന് ഞങ്ങൾ ആന വന്ന് ശ്രദ്ധിച്ചില്ലല്ലോ. നമ്മുടെ പുല്ലിക്കൂടെ വന്നാൽ നമ്മളൊന്നും അറിഞ്ഞില്ല. മന എവിടെ കിട്ടിയത് സാറേ? ഞങ്ങൾ കായ പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നത് തല്ലി പൊട്ടിക്കണ കമ്പ് കൊണ്ട് അടിച്ച് പൊട്ടിച്ചെങ്കിൽ ഇതിന്റെ കുരു എടുക്കാൻ പറ്റും. ഒന്നും കേട്ടില്ല. ഈറ്റക്കാടാണ് നമുക്ക് അനക്കം കേട്ടാനെ. ഇത് പുല്ലിക്കൂടെ വന്ന കൊണ്ട് അനക്കം കേൾക്കാൻ പറ്റിയില്ലല്ലോ. അത് നേരത്തെ വാച്ചർമാരുമാരെ ആക്രമിച്ചിട്ടുണ്ടോന്നോ? ഇല്ല. ആദ്യമായിട്ടാണ് എന്റെ ഭാര്യക്ക് സംഭവിച്ചത്. തുമ്പിക്ക് അടിച്ചപ്പോ ഞാൻ തെറിച്ചു വീണു. അപ്പൊ ഞാൻ നിൽക്കാതെ ദൈവാദിന് എന്നെ കൂടി തട്ടിയാനെ. ഒരു മഞ്ഞക്കൊമ്പന് ആദ്യം തുമ്പിക്കടിച്ചു. അപ്പൊ ഞാൻ എന്നെ തട്ടിയാനെ. എൻ്റെ അരികിൽ കൂടി ആന വന്ന് പോയത്. അപ്പൊ ഇതെന്നിട്ട് ഓടാ ചാടിയപ്പോ അവിടെ വീണപ്പോ ആന ഇവിടെ തട്ടി. അടുത്തടുത്ത് തൊട്ടടുത്തടുത്ത് എന്നെ തട്ടിയാനാണ്. ഞാൻ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വേഗം മാറിക്കാന്നും പറഞ്ഞു. ഇത് മാറാൻ അങ്ങോട്ട് ചാട്ടത്തിന് കാലിലത് കമ്പിൻ്റെ അടുത്ത് വീണു. കാല് തടഞ്ഞ് അവിടെ വീണു. ആന ചെന്ന് ഒരൊറ്റ തട്ട് വെച്ചത്. കാടിന്റെ അകത്ത് വെച്ച് ഉൾക്കാട്ടിൽ വെച്ചിട്ട് സംഭവിച്ചത്. രാവിലെ ഒരു 9 മണിയായിരിക്കും. മനുഷ്യനാണ് സംസാരിക്കുന്നത്. തൊട്ടടുത്ത് നിന്ന ഭാര്യ വത്സയാണ് കാട്ടാന ആക്രമിച്ചത്. വാച്ചുമരം ഊരിലെ മൂപ്പനാണ് പ്രതികരിച്ചത്. മൂപ്പൻ രാജന്റെ ഭാര്യയെ വത്സയാണ് വനവിഭവം ശേഖരിക്കുന്നതിനിടെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മറുവശത്ത് കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ മൃതദേഹം വിട്ടു നൽകാതെയുള്ള പ്രതിഷേധം അവിടെ തുടരുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ ആക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെക്കുക, നഷ്ടപരിഹാരം 50 ലക്ഷം രൂപ നൽകുക എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് കോഴിക്കോട് പ്രതിഷേധം. അതേ കോതമംഗലത്തിന് സമാനമായി ഇന്ന് കോഴിക്കോട് പ്രതിഷേധം തുടരുകയാണ്. തിരികെ എത്താം ചെറിയ വേളയ്ക്ക് ശേഷം. അവിടെ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബത്തിൻ്റെ സഹായധനം 48 മണിക്കൂറിനകം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കക്കയത്തെ പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കുന്നതിന് വയനാട്ടിലെ സംഭവങ്ങളെ തുടർന്ന് അവിടെ ചുമതലപ്പെടുത്തിയ സ്പെഷ്യൽ ഓഫീസർ CCF വിനോദ് അദ്ദേഹവും സംഭവസ്ഥലത്ത് വന്ന് സ്ഥിതിഗതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും പോലീസ് മേധാവിയോടും സംഭവത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാരിന് ഇന്നത്തെ നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ആ കുടുംബത്തിന് നൽകുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത്. ആ സഹായങ്ങളൊക്കെ കുടുംബത്തിന് നൽകുന്നതാണ്. കൂടുതൽ അക്രമം ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ നടപടികളും ജാഗ്രതയോടുകൂടി സ്വീകരിക്കുന്നതാണ്.
സംസ്ഥാനത്തൊട്ടാകെ ഒരു ആശങ്ക പരത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇപ്പോൾ വിവിധ തലങ്ങളിൽ സമാനമായ സംഭവം തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുകയാണ്. പലപ്പോഴും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം തുടർച്ചയായി ഉണ്ടാവുക എന്നുള്ളതാണ് ജനങ്ങളെ വല്ലാതെ ഒരു ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി നമ്മുടെ മലയോര മേഖലയിൽ വന്യജീവിയുടെ ആക്രമണം മൂലം മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം ഖേദകരമായ ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ ഈ കൂട്ടത്തോടെ വന്യമൃഗങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങി വരാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഇപ്പോഴും ശാസ്ത്രീയമായ ഒരു നിർദ്ദേശവും ഉപദേശവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. ചൂട് വർദ്ധിക്കുന്നത് കൊണ്ടാണ് അവർ വെള്ളവും ഭക്ഷണവും കിട്ടാതെ രണ്ടുപേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. തൃശ്ശൂരിലും കോഴിക്കോടുമാണ് രണ്ടുപേരുടെ ജീവൻ കാട്ടുപോത്തിന്റെയും കാട്ടാന ആക്രമണത്തിൽ. അതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ് വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ടൈം ന്യൂസ് കാണാം. അനുജ രാജേഷ് എത്തും. നമസ്കാരം.